ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:47 ആയിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി ഞാൻ കുറച്ച് ലേറ്റായി പോകും ഓഫീസിലെത്താൻ വേണ്ടിയിട്ട്. ലിക്വിഡിറ്റി ഏരിയാസ് 23,819 ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റിലൊരു ചെറിയൊരു എൻട്രി ഒക്കെ തന്ന് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ മാർക്കറ്റിൽ. ഒരു ഡൗൺ സൈഡ് എൻട്രി അതെടുക്കാൻ പറ്റിയിട്ടില്ല. സമയത്ത് എക്സാക്ട്ലി 9:40 ആ റേഞ്ചിലും കണ്ടാൽ വന്നത് താഴേക്കുള്ള എൻട്രി, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഡൗൺ സൈഡ് 23,660 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ഞാൻ നോക്കുള്ളൂ. 23,660 അതാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് വെക്കാം. അപ്പം നമുക്ക് താഴേക്ക് എൻട്രി നോക്കാനുള്ള ഒരു ഏരിയയിലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 51,500 ഈ അപ്സൈഡ് ലിക്വിഡിറ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും താഴേക്ക് തന്നെയാണ് എൻട്രി. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഒക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ട്. നിഫ്റ്റിയിൽ ഓൾറെഡി നമുക്ക് കുറച്ച് നേരത്തെ ആണല്ലോ 9:39 ആ റേഞ്ചിലും കണ്ടോ ഒരു എൻട്രി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ പിന്നെ ഒരു എൻട്രി വന്നിട്ടില്ല, പിന്നെ ഒരുപാട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ടാർഗറ്റിലേക്ക് ഈ താഴെ വരെയൊക്കെ വെക്കാം. ബാങ്ക് നിഫ്റ്റി 51,172 എന്നുള്ള റേഞ്ച് വരെയൊക്കെ കുറച്ച് ടോപ്പ് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഇറങ്ങി, പ്രീമിയമൊക്കെ ഒന്ന് താഴേക്ക് വന്നു. ഇനി ഡേ ലോൻ്റെ അടുത്തേക്ക് വലിയ ഡിസ്റ്റൻസ് ഇല്ല. കുറച്ച് നേരത്തെ മുന്നേ നമുക്ക് എൻട്രി കിട്ടിയ സമയത്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഡേ ലോയിലേക്കൊക്കെ ടാർഗറ്റ് വെക്കാമായിരുന്നു. ഏതായാലും നോക്കാം, ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:18 നമ്മളെ രാവിലത്തെ എൻട്രി ഉണ്ടല്ലോ വല്ലാത്തൊരു മിസ്സിങ് ആയിപ്പോയി. ഞാൻ 9:39 വന്ന എൻട്രി കറക്റ്റായിട്ട് 100 പോയിൻ്റൊക്കെ പോയി. എന്താ 23,900 പുട്ട് ഓപ്ഷനൊക്കെ 100 പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്ത്. അറ്റ്ലീസ്റ്റ് ഡേലോ എടുത്താൽ പോലും നമുക്ക് 1:10 above 15 റേഞ്ചിലൊക്കെ സുന്ദരമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ കാണാൻ ഇന്ന് ഞാൻ 9 മണിക്ക് ഓഫീസിലെത്തണം. ഇന്നാണെങ്കിൽ നേരം വൈകി വല്ലാത്തൊരു എൻട്രി മിസ്സാവലായി പോയി. കുഴപ്പമില്ല, നമുക്ക് ഇനി ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. സമയം 12:13 നമുക്കൊരു അപ്സൈഡ് എൻട്രി നോക്കാം. കാരണം ഒരു ഡൗൺ സൈഡ് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ അപ്സൈഡും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതായത് താഴേക്ക് എൻട്രി നോക്കാൻ പറ്റിയ രണ്ടും മാർക്കറ്റിൽ ഇന്ന് തന്നെ ഇപ്പം തന്നെ തൊട്ടടുത്താണ്. ഓൾറെഡി ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട്. 23,700 കോൾ ഓപ്ഷൻ എടുത്തത് 52,75 എൻട്രി. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കുറച്ച് മുന്നായിട്ട് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു താഴേക്ക് എൻട്രി നോക്കാനുള്ളത്. തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് അപ്സൈഡും ഡൗൺ സൈഡും. അപ്പോൾ ഞാൻ ആദ്യം അത് എടുക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷേ ഒരു എൻട്രി തന്നില്ല. തരാതെ കുറേ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു, താഴേക്ക് ഒരു എൻട്രി തരാതെ. പിന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അപ്പോൾ ടാപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നമ്മുടെ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ 6 പോയിൻറ്റ്സാണ് SL വെച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ. ടാർഗറ്റ് ഇന്നത്തെ ഡേ ഹൈ വെക്കാം നമുക്ക്. അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട് അവിടേക്ക്, നല്ല പോയിൻറ്റ് 1:20 അല്ല 1:15 സുഖമായിട്ട് കിട്ടേണ്ടതാണ്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. നല്ല ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി വളരെ സ്ലോയിലാണ് വരുന്നതെങ്കിൽ തീറ്റടിക്ക് അടിച്ച് തീരും ചെയ്യും. പിന്നെ സാധാരണ നമ്മളിപ്പോൾ എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് തീരെ മൊമെൻറ്റം കാണിക്കുന്നില്ല അല്ലേ. കഴിഞ്ഞ എക്സ്പയറി ഡേയിൽ അങ്ങനെ ആയിരുന്നു, മാർക്കറ്റ് നിന്ന് തീരുകയാണ്. അതുപോലെ ആയാൽ കഴിഞ്ഞും ചെയ്ത് കഥ. പക്ഷേ തോന്നുന്നുണ്ട് മുകളിലേക്ക് പോകുന്നത്. കാരണം മാർക്കറ്റ് അവിടെ നിന്നിട്ട് പോലും പ്രോഫിറ്റിൽ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, പക്ഷേ പ്രോഫിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, എൻട്രി ഏരിയ ഞാൻ പറഞ്ഞില്ല, എൻട്രി എടുക്കാനുള്ള ലോജിക്ക് ഇത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് താഴേക്ക് എടുക്കാനുള്ളതുണ്ടായിരുന്നു, മുകളിലേക്ക് എടുക്കാനുണ്ടായിരുന്നു. താഴേക്ക് ഞാൻ നോക്കി, പക്ഷേ നമുക്കൊരു പ്രോപ്പർ എൻട്രി തരാതെയാണ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഡൗൺ സൈഡിലൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ അപ്പ് സൈഡിലേക്ക് കയറിയെന്നുള്ളൂ. നമുക്ക് നേരത്തെ താഴേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നിരുന്നെങ്കിൽ ഞാൻ അതിലേക്ക് കയറിയായിരുന്നു. ഇത് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള എൻട്രി എടുത്തതാണ്. നോക്കാം. എന്നിട്ട് ആ ഒരു ഡേ ഹൈ കട്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം ഡേ ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എക്സ്പയറി ഡേ ആകുമ്പോൾ 1:5 ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് സുഖമായിട്ട്. കാരണം മാർക്കറ്റിൽ പ്രീമിയത്തിന് മൊമെൻ്റ് ഉണ്ടാവും. ഡേ ഹൈ ഒക്കെ ഇന്ന് ഡേ ഹൈ അല്ല, ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു സിങ് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം നമുക്ക്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:15 ആവാനായി. 1 മണിക്കൂറായി ട്രേഡ് എടുത്തിട്ട്. എന്താണ് മാർക്കറ്റ് മരിച്ചോ? നിഫ്റ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് താഴേക്കൊരു
ഡൗൺ വരാനും പോസിബിലിറ്റി ഇല്ലായി തോന്നുന്നുണ്ട്. കാരണം നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഏരിയയിൽ 1, 2, 3, 4ാമത്തെ പ്രാവശ്യം അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ടാപ്പ് ചെയ്തപ്പോൾ നല്ല അപ്സൈഡ് പോയതാണ്. ഇപ്പം അവിടെ ടാപ്പ് ചെയ്തിട്ട് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീൻസ് താഴേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവൻ വിക്കൽ വരച്ചാലല്ല, ബോഡിയിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങനത്തെ ഒരു 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 ലോജിക്ക് പോലെ അവിടെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അധികം റിസ്ക് എടുക്കാൻ വയ്യ. 1 മണിക്കൂറായിട്ട് എടുത്തിട്ട്, പക്ഷേ ഇതുവരെ എസ് എൽ അടിച്ചിട്ടില്ല. വെറും 6 പോയിൻ്റ് നമ്മൾ ആകെ എസ് എൽ കൊടുത്തിട്ട് അടിച്ചിട്ടില്ല. ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പോൾ സ്റ്റിൽ. പക്ഷേ ഞാനിനി ഏതായാലും അധികം റിസ്ക്കിന് വയ്യ. ഒരു 1:1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ 2000 രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കും. കാരണം ഒരു തോന്നൽ പോലെ താഴേക്കും കാരണം ട്രെൻഡ് ലൈൻ ഏരിയ എന്നാണ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അതും ഇഴഞ്ഞു പോവുക 1 മണിക്കൂറായിട്ട്. മീൻസ് ട്രെൻഡ് ലൈനിൽ നോർമലി വരുമ്പം നമ്മൾ സാധാരണ പ്രൈസ് ആക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ നോർമൽ ട്രേഡേഴ്സ്, നമ്മളെ സാധാരണ ആളുകൾ, എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നല്ല, ഒരുവിധം ആളുകളൊക്കെ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെ ആയിരിക്കും. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഓർഡർ ഇങ്ങനെ മീൻസ് അപ്സൈഡിലേക്കുള്ള ഓർഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയാലും എന്തായാലും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചെറുതായിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി താഴെ ഇറങ്ങാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ സിങ് ഹൈ ഒന്നും കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിക്കട്ടെ. 1 മണിക്കൂറായിട്ട് എക്സ്പയറി ഡേൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ കഴിഞ്ഞ എക്സ്പയറി പോലെ തന്നെയാണെങ്കിൽ ഇനി മുകളിലേക്ക് പോയില്ല, താഴേക്കും വന്നിട്ടില്ലെങ്കിൽ പോലും വലിയ ലാഭം ഉണ്ടാവില്ല, പ്രോഫിറ്റും കിട്ടില്ല. ഏതായാലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. എന്നിട്ട് മീൻസ് ഒരു 1:2 ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ എസ് എൽ കോസ്റ്റ് പ്രൈസിൽ അടിച്ചോട്ടെ. അഥവാ ഇവിടുന്ന് മുകളിലേക്ക് പോകണേ പോട്ടെ, ഓക്കെ, പ്രോഫിറ്റ് വന്നോട്ടെ. ഞാൻ ആ ഒരു ലോജിക്ക് കണ്ടതിനെ കൊണ്ടാണ് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ ഇങ്ങനെ തോന്നുന്നത് എനിക്ക്. അവിടുന്ന് ഒരു താഴേക്കും പോസിബിലിറ്റി ഇല്ലേന്ന് പോലെ. അതായത് നോർമലി നമുക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്കാണ് മൊമെൻറ്റം വരണ്ടെങ്കിൽ പെട്ടെന്ന് മൊമെൻറ്റം വരണ്ടാണ്. അതങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിന്ത ചെയ്യുമ്പോൾ അങ്ങനെയുണ്ട്. ഇന്നത്തെ 1 മിനിറ്റിലേക്ക് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ഒരു 50 മിനിറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലോവർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ്. കൺഫ്യൂസിങ് ആണ്. എന്നാലും ഞാൻ കുറച്ചൊരു മൊമെൻറ്റം കിട്ടിയ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1:1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ. ഓക്കെ, ലോജിക്കലി കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണം എന്ന് പറയാൻ കാരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് സിങ് ഹൈ എത്തുമ്പോഴാണ് കോസ്റ്റ് പ്രൈസ് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് സംഭവം. ഓക്കെ, ഉണ്ടോ മാർക്കറ്റ് എത്ര നേരം, 1 മണിക്കൂർ, എത്ര 12:15 തുടങ്ങി. അപ്പോൾ 1:15 1 മണിക്കൂറായിട്ട് അനക്കല്ലാത്ത നിപ്പാണ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓ മൈ ഗോഡ്, 1.5 മണിക്കൂറിലെ കഠിന പ്രയത്നത്തിന് ശേഷം നിഫ്റ്റിൻ്റെ പരിപാടി അവസാനിച്ചു. അവിടെ എൻട്രീൻ്റെ കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട്. 12:15 എൻട്രി, 1:30 സംതിങ് എക്സിറ്റ്. അത് ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് 1.25 മണിക്കൂറായി. കോസ്റ്റ് എക്സിറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ആ രീതിയിൽ കണ്ടു. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 23,660 ആ റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കേണ്ടി വരും. അതായിരിക്കും നന്നാവുക. പക്ഷെ മാർക്കറ്റ് ഹെവി ഫാളാണ്. അതായത് 23,660 എത്തുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് റേഞ്ചിലേക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കാം. 23,660 ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും താഴേക്ക് തന്നെയാണോ? അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി ഇല്ലെന്ന്. ഇന്ന് മാർക്കറ്റ് ഫാളാണോ ഇനി? ഏതായാലും നമുക്ക് നോക്കാം. ഇനി ഒരു അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. അപ്പ് സൈഡ് വെച്ചാൽ ഒരു 1 മിനിറ്റിൽ വരെ നമുക്ക് എൻട്രി തരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചിട്ടുള്ളൂ മാർക്കറ്റ് ആ ഏരിയ അങ്ങനെയൊക്കെ നമുക്ക്. ഞാൻ പറഞ്ഞത് ഡൗൺ സൈഡും പോസിബിലിറ്റി ഉണ്ടേനി, അപ്പ് സൈഡും പോസിബിലിറ്റി ഉണ്ടേനി. അതുകൊണ്ടാണ് കോസ്റ്റിലേക്ക് വെച്ചത്. പക്ഷെ എങ്ങനെയൊക്കെ ഒരു ഡൗൺ വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഓഫ്, എന്ത് ഫാളാളിയത്! 100 പോയിൻ്റൊക്കെ പറന്നു പോയത് മാർക്കറ്റ്. അത് എക്സ്പയറി ഡേയിൽ. ഞാൻ വെച്ചാൽ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കുറേ ഓപ്ഷൻ സെല്ലേഴ്സ് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓലൊക്കെ എൻ്റെ അമ്മ നേരെ അപ്പ് സൈഡിലേക്കും 23,660 നമ്മളെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് കറക്റ്റ് നിറയെ മാർക്ക് ചെയ്ത ഏരിയ എന്നാണ് പോകുന്നത്. അപ്പോൾ 100 പോയിൻ്റ് അടുത്തിപ്പോൾ പോയി. നമുക്ക് എൻട്രി ഒന്നും തന്നിട്ടില്ല. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഞാൻ.
സമയം 2:19 നമ്മൾ പിന്നെ ഒരു എൻട്രി എടുത്ത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു. അത് മാറിപ്പോയത് 25 ക്വാണ്ടിറ്റിയിലാണ് എൻട്രി എടുത്തു പോയത്. നോർമൽ ഓർഡറിലും ആയിപ്പോൾ എടുത്തത്. അപ്പോൾ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ നോർമലി 350 ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സുഖം കിട്ടില്ല. മാർക്കറ്റ് ഹെവി വോളട്ടൈൽ മാർക്കറ്റായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത ട്രേഡും. പിന്നെ ഒന്ന് ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ടൊരു സുഖമില്ല. കാരണം ഓവറോൾ നിങ്ങൾക്ക് 152 രൂപ. നേരത്തെ ചെറിയ ലോസ് ഉണ്ടായിരുന്നു. കോസ്റ്റ് തന്നെ, നമുക്കൊന്നും പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന അവസ്ഥയാണ് ഇന്നത്തെ ദിവസം. മാർക്കറ്റ് കണ്ടോ, ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടോ. നമ്മളിന്ന് രാവിലെ മാർക്ക് ചെയ്ത് എക്സാക്ട് ലിക്വിഡിറ്റി 23,660 ടാപ്പ് ചെയ്ത് പറഞ്ഞ് അവിടെയൊക്കെ എങ്ങനെ എൻട്രി എടുക്കാനാണ്, എന്ത് പ്രൈസ് ആക്ഷൻ എന്നൊക്കെ കാണുന്നത്. അത് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തു. ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കേണ്ട അവസ്ഥ. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ വളരെ മോശം പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റ്. വെരി അൺഹെൽത്തി ഫോർമേഷനാണ്. വെരി അൺഹെൽത്തി ഫോർമാറ്റിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ട്രേഡ് ഇന്ന് വേണ്ട. ഇന്ന് പിന്നെ ഇനി അവിടെ കുറച്ച് നേരം നിന്ന് തിരിഞ്ഞാൽ പിന്നെയും പ്രീമിയം ഡി കെ അടിച്ച് തീരുന്നല്ലാതെ വെരി അൺഹെൽത്തി ഫോർമാറ്റിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ന് വേണ്ട. 2:20 സമയം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഭയങ്കര പ്രീമിയമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട്ലി ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിൽ അതുപോലും തന്നിട്ടില്ല. എൻട്രി പ്രോപ്പറായിട്ട് താഴേക്ക് എൻട്രി എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എൻട്രി കിട്ടിയില്ല. മുകളിലേക്ക് എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് അടിച്ചില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു പ്രോപ്പർ എൻട്രി ടാർഗറ്റ് വന്നും ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഇവിടെ ഹെവി പ്രീമിയമാണ്. ഹെവി പ്രീമിയം ആയതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇനി നാളെ നോക്കാം. നാളത്തെ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാം. താങ്ക് യു. ബൈ.